രാഗിലേ, ഞാൻ BBA ടൂറിസ്റ്റിനായിരുന്നു. നീ സിനിമ പ്രാന്തങ്ങൾ വന്നാൽ മതിയോ? വല്ല പണിക്കും പൊക്കളെ. അല്ലേലും ഈ സിനിമ പ്രാന്തെന്ന് കേട്ട് കഴിഞ്ഞിട്ട് നിനക്കൊക്കെ എന്നാടാ ഇത്ര കടി? എല്ലാ നാട്ടുകാർക്കും കൊണ്ടി ചോദിച്ചത്. ഇവിടെ ഞങ്ങൾക്കാർക്കും ഇല്ലല്ലോ ഇത്രയും ചോദിച്ചത്. എടാ, നിനക്കൊക്കെ ഒരു സിനിമാക്കാരൻ്റെ കഷ്ടപ്പാടെന്നാണെന്നറിയാമോ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് +1 +2 കഴിഞ്ഞിട്ട് എഞ്ചിനീയർ ഡോക്ടർ എന്ന് പറഞ്ഞ് രണ്ട് വാക്കുകൾ ചെവി 4 സൈഡിൽ കുത്തിക്കയറ്റും. കസിൻസ് എല്ലാവരും കൂട്ടിയിട്ട് അതിനിടയ്ക്ക് ഒരു വിധത്തിലാണ് സിനിമാ പ്രാന്തം പിടിച്ച് ഒരു പോക്കാണ്. കൊച്ചിയോ ചെന്നൈയോ പൂനെയോ എങ്ങോട്ടാന്ന് വെച്ചാൽ അറിയത്തില്ല, ഒരു വക അറിയത്തില്ല. നേരെ അവിടെ ചെന്ന് കോളേജ് തപ്പി പിടിക്കാൻ പറഞ്ഞ പാടുണ്ടല്ലോ. ഒരിടത്തേലും അവിടെ നിന്ന് പണി കിട്ടും, അടുത്തേലും അവിടെ പണി കിട്ടും. ഒരു പെർഫെക്റ്റ് കോളേജ് നോക്കി തപ്പി പിടിച്ച് അവിടെ കയറി പഠിച്ച് അവസാനം കോഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഇറങ്ങിയിട്ടൊരു നിപ്പുണ്ട് എന്തോ ആയെന്നും പറഞ്ഞുകൊണ്ട് MG റോട്ടിൽ ഇത് ഇങ്ങനെ. അപ്പം മനസ്സിലാവും ഒരു കോപ്പനും പുറകെ ഇല്ലാന്ന്, ഒറ്റയ്ക്കാണ്. പിന്നെ അവിടുന്ന് പട്ടിണി കിടന്നിട്ട് പ്രൊഡ്യൂസർമാരുടെ പുറകെ തെണ്ടണ്, ഡയറക്ടറെ കാണണ്, അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ പുറകെ നടക്കണ്, ഒന്ന് ചാൻസിന് ചോദിച്ച്. നിനക്കൊക്കെ ഇത്ര കഷ്ടപ്പാടുണ്ടല്ലോ. ഒരു സിനിമാ പ്രാന്തന്റെ വിഷമം എന്നാന്ന് മനസ്സിലാക്കണുണ്ടല്ലോ. നീയൊക്കെ ഇറങ്ങി വർക്ക് ചെയ്യണം ഫീൽഡിൽ. അല്ല നീ നോക്കോടാ, ഞാൻ എന്തെങ്കിലും ഒരു സിനിമാക്കാരനാവും. അപ്പം ഞാനൊരു ഫ്രെയിം തെറ്റി ഇങ്ങനെ അങ്ങ് വെക്കും. എന്നിട്ട് 1000 രൂപയുടെ ജാക്കറ്റ് കൊണ്ട് ഒരു 5 ആർട്ടിസ്റ്റുകൾ. അത്രയ്ക്കങ്ങ് ഓവറാക്കണോ? വേണ്ട അല്ലേ? ഒരുത്തിന്റെ ജാക്കറ്റ് ഇടിപ്പിക്കാലോ. പിന്നെ ഒരു ലോക്കൽ ഗൈ, ദെൻ ഒരു പക്ക ഫ്രീക്കൻ, ഇനി ഒരു ജെന്റിൽമാൻ, പിന്നെ ഞാനും. ഇനി ടൈറ്റ്. മഴവില്ലു പെയ്യുന്നുവോ നെഞ്ചാകെ, തിരമുത്തു തൂവുന്നുവോ നിന്നെ കാണുമ്പോൾ, നിന്നോരം നിൽക്കുമ്പോൾ, ഇരുകരവും ഇരുചിറകുകളായി